നിങ്ങൾ ഈ കാണുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇന്ന് പുലർച്ചെ 1:30 മണിക്ക് ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ച KSU ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു എന്ന് വീമ്പ് പറയാനിട്ട പോസ്റ്റാ. എന്നാൽ അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കണ്ടോ? രാത്രി 1:30 മണിക്കും സുസജ്ജമായിരിക്കുന്ന സർക്കാർ ജില്ലാ ആശുപത്രി. ഏതൊരു സ്വകാര്യ ആശുപത്രിയെയും വെല്ലുന്ന സൗകര്യങ്ങൾ. ഈ പോസ്റ്റ് ഇട്ട പന്നയുടെ പാർട്ടി ഭരിച്ചിരുന്ന സമയത്ത് സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്തായിരുന്നു? തെരുവ് പട്ടികൾ വാർഡുകളിലും ഓപ്പറേഷൻ തിയേറ്ററുകളിലും കയറി വിലസിയിരുന്ന കാലം, എലിയും കൊതുകും പെറ്റുപെരുകി സ്വൈര്യ വിഹാരം നടത്തിയിരുന്ന ഇടം, മൂക്കുപൊത്താതെ കയറി ചെല്ലാൻ കഴിയാത്ത ഇടം, അതായിരുന്നു നമ്മുടെ സർക്കാർ ആശുപത്രികൾ. എന്നാൽ ഇപ്പോഴോ? ഈ മലവാണങ്ങൾ ആക്രമിച്ച അതേ ആരോഗ്യമന്ത്രി വീണ ജോർജ് കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ആശുപത്രിയിൽ കൗണ്ടർ കേസ് കൊടുക്കാൻ അഡ്മിറ്റ് ആയിട്ട് സെൽഫി എടുത്ത് പോസ്റ്റുന്ന മണ്ണുണ്ണികൾ. വീണ ജോർജ് ആരോഗ്യമന്ത്രിയാവുന്നതിന് മുൻപ് നടന്ന ചികിത്സാ പിഴവിന്റെ പേരിൽ മൂത്ത കോൺഗ്രസും പിന്നെ KSUവും വീണ ജോർജിനെതിരെ അക്രമ സമരം അഴിച്ചുവിടുന്നു. അവരുടെ ഔദ്യോഗിക വസതിയിൽ റീത്ത് വെക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയത്? വിദ്യാഭ്യാസ മേഖലയെ ആകെ കാവ്യവൽക്കരിക്കാൻ കേന്ദ്രം പറഞ്ഞയച്ച ഗവർണർമാർ കൊണ്ടുപിടിച്ച ശ്രമം ഈ കേരളത്തിൽ നടത്തിയപ്പോൾ മൗനം പാലിച്ച് സംഘവിധേയത്വത്തിൽ VD സതീഷിനെ കടത്തിവെട്ടിയ KSU ക്രിമിനലുകൾ പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രശ്നം ഉയർത്തി സമരം ചെയ്യാനില്ലാത്തതിനാലാണ് ആരോഗ്യ മേഖലയുടെ പേരിൽ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. റേഷൻ കടക്കാരന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് വിതരണം ചെയ്യേണ്ട അരിയിൽ മണ്ണും കല്ലും വീണാൽ അതിന്റെ പേരിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണോ? ഏതെങ്കിലും ഒരു സ്കൂൾ അധ്യാപകൻ കുട്ടിയെ പീഡിപ്പിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണോ? വേണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഇവിടെ ആ ന്യായം പോലും നിലനിൽക്കില്ല. കാരണം ഈ ചൂണ്ടിക്കാണിക്കുന്ന ചികിത്സാ പിഴവുകൾ വീണ ജോർജ് ആരോഗ്യമന്ത്രി ആവുന്നതിന് മുൻപ് നടന്നിട്ടുള്ളതാണ്. ഇനി നമ്മുടെ കേരളത്തിൽ നടന്ന ചികിത്സാ പിഴവുകളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളുടെ അനുപാതം ഒന്ന് പരിശോധിച്ചാലോ? മൊത്തം കേസുകളിൽ 92.37%, എത്ര? 92.37% കേസുകളും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കി വരുന്ന 7% കേസുകളാണ് സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവ്. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒരു കുട്ടി മരിച്ചപ്പോൾ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. എന്നാൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ ആശുപത്രി ഒരു സ്വകാര്യ ആശുപത്രിയാണെന്നോ അതിന്റെ ഉടമ ഒരു കോൺഗ്രസ് നേതാവാണെന്നോ വാർത്തകളിൽ എവിടെയും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ ആ വാർത്തയുടെ പേരിലും സർക്കാരിനെയും സർക്കാർ ആശുപത്രികളെയും ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് സംശയിച്ചോട്ടെ എന്നാണ് ഈ മാപ്രാ താന്തോന്നികൾ കരുതുന്നത്. അവരോട് പറയാനുള്ളത്, ഇതിലും എത്രയോ അന്തസ്സുള്ള പണികളാണോ ചുവന്ന തെരുവുകളിൽ അരച്ചാൻ വയറ് നിറക്കാൻ ആവശ്യക്കാരന്റെ മുന്നിൽ സ്വന്തം മടിക്കുത്തഴിക്കേണ്ടി വരുന്ന തെരുവ് വേശികൾ ചെയ്യുന്നത്. KKR, ബ്ലാക്ക്സ്റ്റോൺ പോലുള്ള ആഗോള കുത്തകകൾ നമ്മുടെ കേരളത്തിലെ സ്വകാര്യ ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ളത് ബില്യൺ കണക്കിന് കോടിയുടെ നിക്ഷേപമാണ്. ആരോഗ്യരംഗത്ത് സാധാരണക്കാരന് അത്താണിയാവുന്ന ഈ സൗജന്യ സർക്കാർ സംവിധാനങ്ങൾ തകർക്കുക എന്നത് അവരുടെ ആവശ്യമാണ്. അവരുടെ അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ട UDF നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന ത്രിവർണ പൊട്ടന്മാരോടും പച്ചപ്പട മൊയന്തുകളോടും പറയാനുള്ളത്, നിങ്ങൾ കുഴിക്കുന്നത് സ്വന്തം കുഴിയാണെന്നെങ്കിലും തിരിച്ചറിയുക. ഇതിന്റെ കൃത്യമായ നിരീക്ഷണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ നടന്ന മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിൽ ഡോക്ടർ അരുൺ കുമാർ വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം? അതാണ് ഇതിന്റെ പോളിറ്റിക്സ്. എനിക്ക് KSU പ്രവർത്തകരോടും ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന പ്രതിഷേധത്തോടും ഈ ഉള്ള ഏറ്റവും വലിയ വിയോജിപ്പ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ മന്ത്രി വീണ ജോർജിനെ ഇവർ ലക്ഷ്യമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെയൊന്നും അല്ലല്ലോ, കുറച്ച് നാളായിട്ട് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് മന്ത്രി വീണ ജോർജിനെ ലക്ഷ്യമിക്കുന്നത്? ആരോഗ്യ മേഖലയെ താറടിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ആരെയാണ് ചൊടിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചാൽ മതി. കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യത്തെ അവയവ മാറ്റത്തിനുള്ള ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. ഇത് ആരെയാണ് ചൊടിപ്പിക്കുക? അവയവ മാറ്റത്തിനുള്ള ആശുപത്രി വന്നാൽ ആർക്കാണ്, സർക്കാരിന്റെ മേഖലയിൽ ഒരു ആശുപത്രി വന്നാൽ ആർക്കാണ് നഷ്ടമുണ്ടാവുക? സ്വകാര്യ ആരോഗ്യ കുത്തകയ്ക്കാണ് അതിനകത്ത് നഷ്ടമുണ്ടാവുക. അപ്പോൾ സ്വകാര്യ ആശുപത്രിയെ സംബന്ധിച്ച് ഒരു കോമ്പറ്റീറ്റർ വരാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തത്, തിരുവനന്തപുരത്ത് RCCയുടെ പുതിയ ബിൽഡിംഗ് നാടിന് സമർപ്പിച്ചിരിക്കുന്നു. RCCക്ക് പുതിയ ബിൽഡിംഗ് വന്നാൽ ആരെയാണത് വിരൽ പിടിപ്പിക്കുക? ഓങ്കോളജി ഡോക്ടർമാരെ വലിയ പ്രതിഫലം കൊടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന വിദേശ നിക്ഷേപം ഇപ്പോഴും സ്വകാര്യ ആശുപത്രികളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രി മാഫിയയ്ക്കാണ്. മൂന്നാമത്തത്, കൊച്ചിൻ ക്യാൻസർ സെന്റർ അടുത്തിടെയാണ് നാടിന് സമർപ്പിച്ചത്. ആർക്കാണ് അതിന്റെ ലാഭം ഉണ്ടാവുക? ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അതിന്റെ നഷ്ടമുണ്ടാവുക എന്നത് മാത്രം പ്രേക്ഷകർ ആലോചിച്ചാൽ മതി.
പ്രേക്ഷകരെ നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ 5 വർഷം കൊണ്ട് 24.7 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യവകുപ്പ്. മൊത്തം കണക്കുകൂട്ടിയെടുത്താൽ എത്ര രൂപയുടെ ആരോഗ്യ ചികിത്സയാണ് കൊടുത്തിരിക്കുന്നത് പറയാൻ പറ്റുമോ? 8,425 കോടി രൂപ. ഇത് ഈ 8,425 കോടി രൂപ കേരളത്തിലെ ആരോഗ്യ മേഖല ശക്തമായതുകൊണ്ട് നമ്മൾ പൊതു ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതാ. ഈ പൈസ യഥാർത്ഥത്തിൽ എവിടെ പോവേണ്ടിയിരുന്നതാ? 4,000 കോടിയെങ്കിലും പോകേണ്ടിയിരുന്നത് സ്വകാര്യ ആശുപത്രികളിലേക്കാണ്. അവിടെ സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകാതെ അതിനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. അപ്പോൾ ആരോഗ്യ മേഖല നന്നായി പ്രവർത്തിച്ചാൽ ആർക്കാ നഷ്ടം? സ്വകാര്യ മേഖലയ്ക്കാണ്, ഒരു സംശയവുമില്ല. അപ്പോ ആരോഗ്യ മേഖലയെ താറടിച്ച് കാണിച്ച ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് ആഗോള ആരോഗ്യ കുത്തകകൾക്ക് വേണ്ടിയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കണക്ക് കൂടി അറിയണം. 1,13,81,65 പേരാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇവിടെ OP ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നോക്കൂ, OP ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ഇവരിൽ പകുതി പേര് പോയാൽ എത്ര സ്വകാര്യ ആശുപത്രികളിലെ നിക്ഷേപമാണ് പൂവണിയുക? ഇനി 2,47,000 ശസ്ത്രക്രിയകളാണ് ഈ സർക്കാർ ആശുപത്രികളിൽ നടന്നത്. ഇത് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോയാൽ ആർക്കാ ലാഭം ഉണ്ടാവുക? അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നാൽ 3,000-ഓളം പേരെ ഡയാലിസിസ് നടത്തി നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഒരു പൈസയും കയ്യിൽ വാങ്ങാതെ ഇത്രയും പേരെ പുറത്തെത്തിക്കേണ്ടത് ആരുടെ താല്പര്യമാണ്? ആരുടെ ലാഭമാണ് ഇവർ നോക്കുന്നത്? ഇത്രയും പേരുടെ അവയവമാറ്റ ശസ്ത്രക്രിയകൾ കേരളത്തിൽ നടക്കുമ്പോൾ അത് പുറത്ത് നടക്കണമെന്നുള്ള താല്പര്യമാർക്കാണ്? ആരോഗ്യ മേഖലയെല്ലാം തകർന്നു പോയി എന്നൊരു നരേറ്റീവ്, എന്നൊരു ആഖ്യാനം സൃഷ്ടിക്കുന്നത് എന്തിനാണ്? 5,49,660 പേരെ കിടത്തി ചികിത്സിച്ചിട്ടുണ്ട്. ഈ കിടത്തി ചികിത്സിച്ച ഇൻപേഷ്യന്റുമാരിൽ പകുതി പേരെ പുറത്തെത്തിച്ചാൽ അവരുടെ ചികിത്സയുടെ പേരിലുള്ള വലിയ കൊള്ള ലാഭം കൊയ്യാനിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇവിടുത്തെ ഇൻഷുറൻസ് കമ്പനികളെ, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ, ഇവിടുത്തെ സ്വകാര്യ ആരോഗ്യ കുത്തകകളെ സംരക്ഷിക്കാനും അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയാണോ കേരളത്തിലെ ആരോഗ്യ മേഖലയെ താറടിക്കുന്നതാണ് ചോദ്യം. ഇല്ലെങ്കിൽ ന്യായമായും എന്റെ ചോദ്യം ഇതാണ്: ആരോഗ്യ മേഖലയിൽ വരുന്ന പിഴവുകൾ ചൂണ്ടിക്കാട്ടണം, വിമർശിക്കണം, അതിനെതിരെ പ്രതിഷേധിക്കണം. പക്ഷേ 2021 മെയ് മാസം 15-ാം തീയതി നടന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് അന്നത്തെ ദിവസം, ആ ദിവസം ശസ്ത്രക്രിയ നടക്കുന്ന ദിവസം വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയല്ല. അതിന് 15 ദിവസത്തിന് ശേഷമാണ്, അതായത് ഈ ശസ്ത്രക്രിയ നടന്ന് 15 ദിവസത്തിന് ശേഷമാണ് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പം ആരോഗ്യവകുപ്പ് മന്ത്രിയെ ചുമതലയേൽക്കുന്നതിനും 15 ദിവസം മുൻപ് മറ്റൊരു സർക്കാരിന്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സംഭവിച്ചതിന് ഇപ്പോൾ വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തടയണമെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതിന് പിന്നിലുള്ളൊരു താല്പര്യമുണ്ടെന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കും. 2017 ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. അന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്ല. പ്രതിഷേധിക്കാം, ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ നിങ്ങൾ ബഹിഷ്കരിക്കാം, ഇത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയാണെന്ന് പറയാം. പക്ഷേ നിങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ കരിങ്കടി കാണിക്കുന്നത് എന്തിനാണ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതിനുള്ള ഉത്തരം ഇനി പറയേണ്ടതിന്റെ ബാധ്യത പ്രതിപക്ഷത്തിനുണ്ട്. ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികളെ സംരക്ഷിക്കാൻ വേണ്ടി, സ്വകാര്യ ആഗോള കുത്തകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന ന്യായമായ സംശയമുണ്ടാവും. ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്: കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായിട്ട് കേരളത്തിലേക്ക് വന്നിരിക്കുന്ന വിദേശ നിക്ഷേപം, KKR-ന്റെയും ബ്ലാക്ക് സ്റ്റോണിന്റെയും പേരിൽ ബേബി മെമ്മോറിയൽ, മൈത്ര, കിംസ്, ആസ്റ്റർ മെഡിസിറ്റി, അങ്ങനെ നിരവധി ആശുപത്രികളിലെ വിദേശ നിക്ഷേപത്തിന് വേണ്ടിയുള്ള കാവൽ ഭടന്മാരായി കേരളത്തിലെ ഈ പ്രതിഷേധിക്കുന്നവർ മാറരുത്, പ്രതിപക്ഷം മാറരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണുള്ളത്. പാവപ്പെട്ട മനുഷ്യരാണ് കേരളത്തിൽ, അവർക്കുള്ള അവസാനത്തെ അത്താണിയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളിപ്പോൾ വലിയ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടല്ലോ, വിളപ്പിലെ ചികിത്സാ പിഴവിനെ കുറിച്ച്. വിളപ്പിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, ഇപ്പോൾ രാത്രി ചികിത്സ കൊടുക്കുന്നില്ല, പൂട്ടി. എന്താ കാരണം? 3 പേര് രാജിവെച്ചു പോയി. അവരന്ന് കൃത്യമായ ചികിത്സ നൽകിയിരുന്നു എന്നുള്ള വസ്തുത പുറത്തു വരും മുമ്പ് അവരെ നിർത്തി വിചാരണ ചെയ്തു. CPR കൊടുത്തില്ല എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി പോകുമ്പോൾ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളും ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അടച്ചു പൂട്ടിപ്പോകുമ്പോൾ ലാഭം കൊയ്യാൻ കാത്തിരിക്കുന്നത് ഇടത്തരം സൂപ്പർ സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളാണ്. 1750 സ്വകാര്യ ആശുപത്രികളെ പൂട്ടിച്ച സർക്കാരാണിത്. കൂടുതൽ മെഡിക്കൽ കോളേജുകളും കൂടുതൽ കാത്ത് ലാബുകളും കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങളും കൂടുതൽ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്ത സർക്കാരാണിത്. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ്? പൂട്ടിപ്പോയ സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ സമരം ചെയ്തതെന്ന ചോദ്യം ഉയർന്നുകൊണ്ടേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.